സമരം ആളിപ്പടരും. കണ്ടേ സമരം തീരും. അധികകാലം ചോദിക്കില്ല. നിങ്ങളുടെ കടലിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്, ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അമ്മയാണെങ്കിൽ നടക്കാൻ പോലും കഴിയാത്ത ആളാണ്. റുബിൻലാലിന്റെ അമ്മയ്ക്ക് നടക്കണമെങ്കിൽ പോലും ആ ദൃശ്യങ്ങളിൽ കാണാം, ഒരാളുടെ സഹായത്തോടു കൂടി മാത്രമാണ് നടക്കാൻ കഴിയുകയുള്ളൂ. അതിരപ്പള്ളി പോലീസ് തികച്ചും അന്യായമായി, തികച്ചും നിയമവിരുദ്ധമായി, അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ, മനുഷ്യവിരുദ്ധമായ നടപടി ചെയ്ത ആന്റിഗ്രോമിക്കിനെ സർവീസിൽ തുടരാൻ ഞങ്ങൾ അനുവദിക്കില്ല. അയാളെ സർവീസിൽ നിന്ന് നീക്കണം. അയാളെ ഇപ്പോൾ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ ഈ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യാനായി റൂബിൻലാലിന്റെ അമ്മയെ, ഞങ്ങളുടെ ഒക്കെ പ്രിയപ്പെട്ട രജനി ചേച്ചിയെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുക. എന്റെ ഭർത്താവ് ഒരു വിശ്വാസം എനിക്ക് തന്നിട്ടുണ്ടായി. അങ്ങേര് മരിച്ചു പോയിട്ട് 15 കൊല്ലമായെങ്കിലും അങ്ങേര് പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, നമ്മൾ എല്ലാം നമുക്ക് സ്നേഹമുള്ള മനുഷ്യരാണ്. ആ വിശ്വാസത്തിൽ ഞാൻ കിടന്നുറങ്ങിയിരുന്നത്. ഞാൻ 1:30 എന്റെ മോൻ വിളിച്ചപ്പോ എന്റെ റൂബി അവിടെ ഇല്ല, എന്റെ ഉള്ള ജീവൻ പോയി. ആ നേരത്തെ എന്റെ ഒരു വാക്ക് പറയാൻ വാക്ക് തുറന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഈ അനീതി ചെയ്യുന്ന ഈ പോലീസുകാര്, ഫോറസ്റ്റുകാര് വെള്ളം നടത്തി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത് കൊണ്ടുപോകണം. നടക്കാൻ ഒരാളുടെ സഹായം വേണം. അപ്പൊ ഞാൻ ഈ സമരത്തിന് ഉദ്ഘാടനം ചെയ്യുന്നു. ഗുണ്ടയെ പോലെ വീട്ടിൽ രാത്രി അതിക്രമിച്ച് കയറി പിടിച്ചുകൊണ്ട് പോകും. അതിനുശേഷം ആ നടപടിക്ക് കോടതിയുടെ അംഗീകാരം. ഇതൊരു വലിയൊരു പൊതു ചർച്ചയായിട്ട് ഈ മനുഷ്യന് ഇപ്പോഴും ജയിലിൽ കിടക്കാണ് ഒരാഴ്ചയായിട്ട്. അതിന്റെ ഒരു പൊരുൾ എന്താണ് എന്നറിയാനാണ് ഞാൻ തൃശ്ശൂരിൽ നിന്ന് രാവിലെ വൈകുന്നേരം ഇവിടെ വന്നത്. ഒരാഴ്ചയായിട്ടും ഒരു മനുഷ്യനെ ജയിലിലടക്കി യാതൊരു കാരണവുമില്ലാതെ. അപ്പൊ അതിന്റെ കഥകൾ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അതിരപ്പള്ളി കേന്ദ്രീകരിച്ച് ഒരു വനം മാഫിയ, ഞാനതിനെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതിരപ്പള്ളി വനം മാഫിയ എന്നൊരു സംഭവമാണ്. ആ വനം മാഫിയയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് എന്റെ അന്വേഷണത്തിൽ, ഞാനൊരു പഴയ പത്രപ്രവർത്തകനാണ്, 1-2 വർഷം മുമ്പ്. അന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ഒരു വലിയൊരു ഫോക്കസ് ഇങ്ങനെ ചെയ്യുന്ന ഒരു ലോബി, അതിപ്പോ ഒരു മാഫിയയുടെ രൂപം പ്രാപിച്ചിരിക്കുകയാണ്. ലെവലിൽ തന്നെ മാഫിയ ആക്ടിവിറ്റീസിന് നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു കൺസർവേറ്റർ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ നിർണായകമായ ചുമതലകളിലേക്ക് വരുന്ന സാഹചര്യം, വനവുമായി ബന്ധപ്പെട്ട ചുമതലകളിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായാൽ കേരളത്തിലെ വനം, അവശേഷിക്കുന്ന വനം മുഴുവൻ തീരെഴുതി കളയില്ലേ? ഇതാണ് എന്റെ ഭയം. ആ ഭയം അതാണ് നമ്മൾ അലട്ടേണ്ട കാര്യം. റോബിൻലാൽ നാളെയോ മറ്റന്നാളോ അയാൾ പുറത്തു വരും. പോലീസും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കൂട്ടമായി നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചന, ആ ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പൊതു ശ്രദ്ധയിൽ കൊണ്ടുവരിക. ആദിവാസി കേന്ദ്രങ്ങളിലേക്ക് ഞങ്ങൾ സെന്റ് ജോസഫ് കോളേജിലെ NSS വോളണ്ടിയേഴ്സിനെയൊക്കെ എൻട്രൻസ് നൽകിയത് റൂബിൻലാൽ വഴിയാണ്. ആ ഒത്തിരി ഊരുകളിലെ ഊരുമുപ്പന്മാരെ പരിചയപ്പെടാനും ആ ഊരുകളിൽ എത്താനും ഒക്കെ ഞങ്ങൾക്ക് സാധിച്ചത് റൂബിൻലാൽ ഒരാളാണ്. അദ്ദേഹത്തെ കണ്ട് പരിചയപ്പെട്ട സ്ഥിതിയിൽ അദ്ദേഹം ഇവിടെയുള്ള ട്രൈബൽ കോളനിയിലെ ഓരോ വ്യക്തിക്ക് വേണ്ടിയും എന്തൊക്കെ അവകാശം അവർക്ക് നേടിയെടുക്കാനുണ്ടോ അതൊക്കെ നേടിക്കൊടുക്കാനായിട്ട് മുന്നിട്ടിറങ്ങുന്ന, തന്റെ ആരോഗ്യമോ സമയമോ തന്റെ നല്ല ജീവിതമൊക്കെ ഒഴിഞ്ഞു മാറ്റി വെച്ചുകൊണ്ട് തന്റെ അച്ഛന്റെ പാത പിന്തുടരുന്ന ഒരു നല്ല വ്യക്തിത്വമായിട്ടാണ് എനിക്ക് റൂബിൻലാലിനെ മനസ്സിലായിട്ടുള്ളത്.